സുഹൃത്തുക്കളെ, അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ രാജീവര് കണ്ഠരര് ആൾക്കാരായിരുന്നല്ലോ. എത്തോരാൾക്കാരായിരുന്നു ഈ ഒരു മനുഷ്യന്റെ കാല് തൊട്ട് വണങ്ങാൻ പോയിരുന്നത്, ഇദ്ദേഹത്തെ പൂജയ്ക്ക് വിളിച്ചിരുന്നത്. ഇദ്ദേഹം ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതൊരു മനുഷ്യനാണെന്ന ധാരണയിൽ ഇദ്ദേഹം ഒരു പ്രത്യേക കസേരയിലൊക്കെ ഇരിക്കുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം, കാല് തൊട്ട് വണങ്ങണം, അനുഗ്രഹം വാങ്ങിക്കണം. ഇങ്ങനൊക്കെ അനുഗ്രഹം വാങ്ങിച്ച ആ ചെങ്ങാതിയല്ലേ ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, അതും ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പലപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള ചില പൂജാരിമാരാണ് ഏറ്റവും നല്ല നിരീശ്വരവാദികൾ. അവർക്കറിയാൻ കാര്യങ്ങളൊക്കെ. ഞാൻ അതിനൊപ്പം തന്നെ ഒരു തമാശ പറയാമെന്ന് വിചാരിച്ചു. തമാശ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വിഷയം നടന്നാലും അതിൻ്റെ ഒക്കെ മുൻപന്തിയിലുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. രാഹുൽ ഈശ്വർ ഒരു സംഗതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, നോക്കിയേ. പരശുരാമൻ നേരിട്ട്, വേറെ പണി ഉണ്ടാവുന്നില്ല, പരശുരാമൻ നേരിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബ്രാഹ്മണ കുടുംബത്തെ വേട്ടയാടുന്നു. രാജീവരുടെ അറസ്റ്റിനെതിരെ രാഹുൽ ഈശ്വർ. എങ്ങനെയുണ്ട്? രാഹുൽ ഈശ്വറിനെ എവിടെന്നോ കുറി തൊട്ട ഒരു രാഹുൽ ഈശ്വറിനെ ഇപ്പോ ഇവരൊക്കെ തപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സംഗതി ഇത് മാത്രമല്ല കേട്ടോ, ഒരു ഗംഭീര എഴുത്തുണ്ട്. അതിങ്ങനെയാണ്: ജോലി ചെയ്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്ത പാരമ്പര്യം രാജീവർക്ക് ഉണ്ടെന്നും അവിടെയൊന്നും ബ്ലാക്ക് മാർക്കില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സാക്ഷാൽ ഭഗവാൻ പരശുരാമൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നാണ് താഴമൺ. ശബരിമല അയ്യപ്പന്റെ പുത്രസ്ഥാനീയർ. അയ്യപ്പൻ തന്നെയാണ് ഞാനെന്ന വിശ്വാസിക്കും പ്രധാനം, തന്ത്രിയല്ല. പക്ഷേ കോടതികളുടെ നിലപാട് വന്നതിന് ശേഷം മാത്രം തന്ത്രിയെ കരിവാരി തേക്കുക. അദ്ദേഹം ബന്ധായതുകൊണ്ട് മാത്രമല്ല, പകരം എല്ലാവർക്കും നീതി വേണം എന്നതുകൊണ്ടാണ് ഈ നിലപാടിൽ പറയുന്നത്. രാഹുൽ ഈശ്വർ ഇപ്പൊ അല്പം നിമിഷം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറൊന്ന് വിചാരിക്കണ്ടേ. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാജീവര് കണ്ഠരർ എന്ന് പറയുന്ന ഭഗവാൻ അയ്യപ്പനെ പൂജിച്ചിരുന്ന ആ ഒരു പൂജാരിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണര് മോഷ്ടിക്കില്ല, ബ്രാഹ്മണർക്ക് അങ്ങനെ മോഷ്ടിക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണർ ഒരു കള്ളത്തരം ചെയ്യില്ല, അവർ ദൈവത്തിന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഇതാ അവസാനം രാജീവര് കണ്ഠരര് കൂടി വന്നിരിക്കുന്നു. എന്തായാലും അത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണമെന്നാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ. കാരണം ചിലതൊക്കെ വെളിവാവണം. എന്തായാലും ഇതൊന്ന് കണ്ടോക്കി. രാജീവരര് അതിന്റെ ഉള്ളിലേക്ക്, അതായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്തും ഇദ്ദേഹം വിളിച്ചത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തന്നെയാണ്. ഇനിയിപ്പൊ അതൊക്കെ ഗംഭീര സംഭവമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഒരു വാർത്ത കൂടി നമ്മൾ ഇതിന്റെ ഒപ്പമായിട്ട് കേട്ടു നോക്കൂ. ണ്ടല്ലോ എല്ലാ തന്ത്രിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാരും നോക്കുന്നത്. തന്ത്രി ഇതിന്റെ അകത്തൊന്നും അല്ല, ഞാൻ ദൈവതുല്യനൊന്നും അല്ല. ഒരു മിനിറ്റ്. ഇദ്ദേഹം പറയുന്നത് എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരൊക്കെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആരാണപ്പ ഇവര്? കമ്മ്യൂണിസ്റ്റുകാരാണോ? ഇനി കോൺഗ്രസ്സുകാരാണോ? കാരണം ഈ ചെങ്ങാതി ഈ അടുത്ത കഴിഞ്ഞ എന്താ പറയാ ശബരിമല സീസൺ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ സീസണിലെ പൂജാരിയല്ല, കഴിഞ്ഞതിന്റെ ആയിരുന്നു. ഈ കഴിഞ്ഞതിനൊക്കെ പറയുമ്പോ ഏകദേശം കോൺഗ്രസ് ഒക്കെ ഒരു 5-10 വർഷം മുമ്പുള്ള ഒരാളാണെന്നൊക്കെ തോന്നണേ. എന്തായാലും ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാന് വലിയ സംഭവമൊന്നല്ല, ഞാൻ വെറും തന്ത്രി മാത്രമാണ്, ഞാൻ ദൈവത്തിനെ തൊട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇദ്ദേഹത്തെ പൂജിക്കാൻ ആൾക്കാരുണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ബാധിച്ചിട്ടുണ്ടല്ലോ എല്ലാ തന്ത്രിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാരും നോക്കുന്നത്. തന്ത്രി ഇതിന്റെ അകത്തൊന്നും അല്ല, ഞാൻ ദൈവതുല്യനൊന്നും അല്ല, ഒരു തന്ത്രിയാണ്. ഇതിന്റെ അകത്ത് അനുവാദം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടത്തിപ്പുകാരൊക്കെ ദേവസ്വം ബോർഡ് അവരതൊക്കെ ചെയ്യുന്നത്. അതിന്റെ അകത്ത് കാര്യമൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കേടുപാടുകളുണ്ട്, മാറ്റാനുള്ള അനുവാദം തരണമെന്ന് വെച്ചാൽ നമ്മൾ അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്ത്രിക്ക് ഇതിൽ എന്ത് പങ്കാവുള്ളത്? അവരാണ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുമതി കൊടുക്കേണ്ടതും ഒക്കെ ദേവസ്വം ബോർഡാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അത് തന്ത്രിയുടെ ഇതിലുള്ളതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, അനുവാദം കൊടുക്കാൻ പറഞ്ഞു, ഇദ്ദേഹം അനുവാദം കൊടുത്തു.
ഇപ്പൊ എല്ലാം എന്നെ നിലക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾക്ക് അറിയേണ്ടത് രാജീവരര് കണ്ഠരര് ആണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാജീവരര് കണ്ഠരര് നമ്മുടെ ശബരിമലയിലെ തന്ത്രി തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. രാജീവരര് കണ്ഠരര് കണ്ഠരര് രാജീവരര് എന്ന് നോക്കുന്ന സമയത്ത് ശബരിമല ഗോൾഡ് തെഫ്റ്റ് കേസ് SIT അറസ്റ്റ് തന്ത്രി കണ്ഠരര് രാജീവരര് എന്ന് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളെല്ലാം. എന്തായാലും ഈ അറസ്റ്റ് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമയത്താണ്. ഇതാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയേണ്ടി വരും. പിണറായി വിജയൻ കൃത്യമായ സമയത്ത് തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഇങ്ങനെ വേണം ഒരു നല്ല ആഭ്യന്തരമന്ത്രി എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും രാജീവരെ കണ്ഠരരുടെ അറസ്റ്റ് കൃത്യസമയത്ത് തന്നെയാണോ നോക്കൂ. അരുൺ, ഇത് വലിയ രീതിയിൽ ഈ അന്വേഷണത്തെ സ്തോഭജനകമാക്കുന്നതാണ്, സസ്പെൻസ് ബാക്കിയാക്കുന്നതാണ് ഈ നീക്കങ്ങളൊക്കെ തന്നെ. തന്ത്രിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും കാത്തിരിക്കണം. എന്നാൽ തന്ത്രിയിലെല്ലാം അവസാനിക്കുമോ എന്നതാണ് നമ്മളൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തന്ത്രിയിൽ അവസാനിക്കുമോ? ഇനി ആരിലേക്കൊക്കെ പോകുന്നു? അപ്പോൾ ഏറ്റവും വലുത് ഒടുവിലത്തേക്കായി SIT മാറ്റിവെക്കുകയാണോ? ഗംഭീരമായ ചോദ്യങ്ങളാണ്. SITയുടെ കയ്യിൽ ഇനിയും ആളുകളുണ്ടോ? ഇതെല്ലാം അവസാനത്തേക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണോ എന്നൊക്കെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ. എന്തൊക്കെയായാലും ഈ ഒരു വിഷയം വന്നതിന് ശേഷം നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ കണ്ഠരര് രാജീവരാണെങ്കിലും ഇനിയിപ്പോ മറ്റു മതത്തിൽപ്പെട്ട ഏത് മത പുരോഹിത തലപ്പത്ത് നിന്ന ആളുകളൊക്കെ ആയിരിക്കും, ഇവർക്ക് ഇതൊക്കെ മോഷ്ടിക്കുവാനും ഇതൊക്കെ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോകാനും അവർക്ക് വളരെ ഈസി ആയിട്ട് നടക്കുന്നതാണ്. കാരണം അവന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അറിയാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം വിശ്വാസികളാണ് ശബരിമലയ്ക്കുള്ളത്, എത്ര വിശ്വാസികളാണ്. എൻ്റെ നാട്ടിലൊക്കെയുള്ള ചില ആളുകളൊക്കെ നടന്നിട്ടൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എത്രയോ പാവപ്പെട്ട ആളുകള് ഒരു വർഷത്തേക്ക് ശബരിമലയ്ക്ക് കൊണ്ടുപോയിട്ട് ആ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ, അവിടെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്ന ആളുകളുണ്ട്, ചില്ലറ പൈസകൾ സ്വരൂപിച്ച് വയ്ക്കുന്ന ആളുകളുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കഴുത്തിലണിഞ്ഞ സ്വർണ്ണമാല മുഴുവൻ അയ്യപ്പന് വേണ്ടിയിട്ട് നൽകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയുടെയും എന്തെങ്കിലും നേടാനും തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര 1000 രൂപകളാണ് അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതെന്ന് ചോദിക്കുക. ഇതൊക്കെ അവിടെയുള്ള ഈ തന്ത്രി കണ്ഠരര് പോലെയുള്ള ആളുകളൊക്കെ മോഷ്ടിക്കുകയാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു വിഭാഗത്തിൽ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽ മാത്രമല്ല, അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അതിൻ്റെയൊക്കെ തലപ്പത്തുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രത്യേക വകയായിട്ട് ഇവരിതിനൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ്. ഇവിടെ കുറെ പാവപ്പെട്ടവര്, പച്ച പാവങ്ങളായിട്ടുള്ള കുറെ ജനങ്ങള്, അവർക്ക് ഏക പ്രതീക്ഷ ഇവിടെ ഒരു വർഷം പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഭാഗമായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. എന്തെങ്കിലും കിട്ടുമോ, മനസ്സിന് വല്ല ആശ്വാസം കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ വേറെ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ടൊരു ഉല്ലാസവും സന്തോഷവും ആനന്ദം കിട്ടിക്കോട്ടെ, അത് നമ്മൾ എതിർപ്പൊന്നല്ല. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം ആളുകളൊക്കെ മുമ്പിൽ മുമ്പിടുക, ഇത്തരം ആളുകളൊക്കെ കാല് തൊട്ടുവിടുക, അതിന്റെ ഭാഗമായിട്ട് ഇത് ദൈവത്തിന്റെ അടുത്തുള്ള ഒരാളാണ്, തനിക്ക് എന്തൊക്കെയോ അനുഗ്രഹം കിട്ടിയെന്നൊക്കെ വിചാരിക്കുക, അങ്ങനെ ഒരു സംസ്കൃതി നേടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരിക. എൻ്റെ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയായാലും ഇദ്ദേഹം അവിടെ തന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പ്രത്യേക മുറിയിലിരിക്കും, ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ പോകും, ഇദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇദ്ദേഹത്തിന് കാല് തൊട്ട് വണങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊന്നും ഇദ്ദേഹം താൻ വലിയ ശക്തിയുള്ള ആളൊന്നുമല്ല, എൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ദക്ഷിണ തരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ശമ്പളം കൃത്യമായിട്ട് ഗവൺമെന്റ് തരുന്നുണ്ട്, അത് മാത്രമല്ല തിടപ്പള്ളിയിൽ വെക്കുന്ന പൈസ ഒക്കെ എനിക്കുള്ളതാണ്, നിങ്ങളായിട്ട് എനിക്ക് പണമൊന്നും തരേണ്ടതെന്നൊന്നും അന്ന് ഈ കണ്ഠരര് രാജീവരടക്കമുള്ള ഒരാളും പറയുന്നില്ല കേട്ടോ. അതാ രസം. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഇവർ വാങ്ങിച്ചു കൂട്ടുന്നുള്ളതാണ്. അതിലൊന്നും ഒരു കണക്കുമില്ല. എനിക്കൊക്കെ എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ അതാണ്. ഇതിലൊന്നും എന്തൊരു കണക്ക് വെക്കാത്ത, ഇങ്ങനെ ദക്ഷിണായിട്ട് കൊടുക്കുന്ന തുകയ്ക്ക് എന്താണ് ഒരു കണക്കെടുക്കാത്തത്? എന്തൊക്കെയും ദേവസ്വത്തിന് കീഴിലല്ലേ ഇവന്മാരെ ഓരോ ദിവസം ദക്ഷിണായിട്ട് എത്ര കുടുംബത്തേക്ക് കൊണ്ടുപോകുന്നു? ഇതിനൊന്നും ഒരു കണക്കും കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യങ്ങളെ കൂടെ ഒരു വ്യക്തത വരുത്തേണ്ടി വരും. ഇപ്പൊ ഇരുന്നിട്ട് പറയാണ് ഞാൻ അത്ര വലിയ സംഭവം ഒന്നല്ല, ഞാൻ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളൊന്നുമല്ല, ഞാൻ ഒരു തന്ത്രി മാത്രമാണ്, ഞാൻ ഒരു പൂജാരി മാത്രമാണ് ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ട്. ഈ കേസും കൂട്ടും ആകം കുടുങ്ങി പണ്ടാറക്കെന്ന് പറഞ്ഞ സമയത്താണ് ഇപ്പോഴങ്ങനെ പറയുന്നത്. ഇതുവരെ ഇങ്ങനത്തെ വർത്താനം ഈ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതുവരെ അദ്ദേഹം താനെന്തോ വലിയ സംഭവമാണ്, താനെന്തോ മറ്റുള്ളവരാൽ തൻ്റെ കാല് പിടിപ്പിക്കേണ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തൻ്റെ കാല് മറ്റുള്ളവരെ തൊടണ്ട
എന്തോ ഒരു വലിയ വിശിഷ്ടമായ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ കേസ് വന്ന് ആകെ മുച്ചൂട് മുടിയെന്ന് പറഞ്ഞ സമയത്ത് താൻ വെറും ഒരു സാധാരണ ആള് മാത്രമാണ്, ഞാൻ മാത്രമല്ല മറ്റുള്ളവർ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് കേൾക്കുന്നത് എന്നർത്ഥം. ഇനിയെങ്കിലും ആർക്കെങ്കിലും ബോധം വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ബൈ.